തോരും മുംബൈയിൽ സ്റ്റാലിൻ്റെ കയ്യിൽ നിന്നും അടിയും വാങ്ങി നമ്മുടെ റീത്ത പുറത്തേക്ക് പോവുകയാണ്. റീത്തയും സ്റ്റാലിനും മുഖാമുഖം കണ്ടാൽ ശത്രുക്കളാണ്, പോരടിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ റീത്തയാണെങ്കിൽ എല്ലാവരെയും രൂപീകരിച്ചു കൊണ്ട് തന്നെ സ്റ്റാലിൻ്റെ വീട്ടിലൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ വലിയ ഒരു പദ്ധതി മെനയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. പദ്ധതി എന്ന് വെച്ചാൽ ചെറിയ പദ്ധതിയൊന്നുമല്ല. സ്വത്ത് തട്ടിയെടുക്കാനുള്ള, സ്വത്ത് കൈവശപ്പെടുത്താനുള്ള ഏറ്റവും വലിയ ചതി തന്നെയാണ് നമ്മുടെ റീത്ത പ്രയോഗിക്കുന്നത് എന്ന് കാണാനായിട്ട് കഴിയും. സ്റ്റാലിനാണെങ്കിൽ സ്വത്ത് തരണമെന്ന് ആവശ്യവും പറഞ്ഞുകൊണ്ട് നമ്മുടെ റീത്ത സ്റ്റാലിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ റീത്തയോട് പറയുന്നുണ്ട്, എൻ്റെ ഒരു പിടി മണ്ണ് പോലും നിങ്ങൾക്ക് ഞാൻ തരില്ല, നിങ്ങൾക്ക് തരാനായിട്ട് ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, എന്നാലും എൻ്റെ ഒരു പിടി മണ്ണ് പോലും നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് പറയുകയാണ്. സ്റ്റാൻലി വെറുതെ വാശിയും വക്കാണൊന്നും പിടിച്ച് ഇരിക്കാനായിട്ട് നോക്കണ്ട, നിനക്കെന്നെ അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ആരായാലും എന്തായാലും എൻ്റെ കയ്യിൽ നിന്നും ഒരു രൂപ പോലും ലഭിക്കില്ല എന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എൻ്റെ നിന്ന് ഒരടി കിട്ടാറായിട്ടുണ്ട് എന്നും സ്റ്റാൻലി പറഞ്ഞു വയ്ക്കുകയാണ്. നിനക്ക് എന്നെ തല്ലാൻ മാത്രം ധൈര്യമുണ്ടോടാ എന്ന് ഫോണിലൂടെ റീത്ത ചോദിക്കുമ്പോൾ, നിങ്ങൾക്ക് ഞാൻ അന്ന് ഊങ്ങി വെച്ചതാണ്, ഇനി എൻ്റെ മുൻപിൽ എന്തെങ്കിലും തോന്നിവാസമൊക്കെ പറഞ്ഞു വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അടി വാങ്ങിയിരിക്കുമെന്ന് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം പറഞ്ഞതെല്ലാം എരിവും പുളിയും കയറ്റി റീത്ത എല്ലാവരെയും അറിയിക്കുകയാണെന്നും, തുടർന്നാണെങ്കിൽ റീത്തയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാലിൻ്റെ വീട്ടിൽ വിളിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ഔതക്കുട്ടി ഒരു ചതിയനാണെന്നും അയാളാണ് ഇപ്പോൾ അവർക്ക് ഒത്താശ ചെയ്യുന്നതെന്നും പറയുന്നു, റീത്ത പറയുന്നു. ഇതേ സമയം അപ്പനിത് എന്തിൻ്റെ സൂക്കേടാണെന്ന് നമ്മുടെ സ്റ്റാലിൻ്റെ സഹോദരനായ റോബി ചോദിക്കുകയാണ് എന്ന് കാണാം. അപ്പോൾ റോബിയോട് അപ്പനും കാര്യങ്ങൾ പറയുന്നു. ഇതേ സമയം നമ്മുടെ ഔതക്കുട്ടിയാണെങ്കിൽ സ്റ്റാലിനെ വിളിച്ച് നമ്മുടെ റീത്ത അണിയറയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയാണ് എന്ന് കാണാം. ഇതേ സമയം, മോനെ, ഒരു വലിയ വരവിനായിട്ട് നീ പ്രതീക്ഷിച്ചിരുന്നോളൂ, അധികം വൈകാതെ തന്നെ റീത്ത പടപുരുതാനായിട്ട് വരുമെന്ന് പറയുമ്പോൾ, വരുമ്പോൾ വരട്ടെ അപ്പ, എനിക്ക് യാതൊരു തരത്തിലുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല, എങ്ങനെ വന്നാലും ഞാൻ നേരിടുമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അതെനിക്കറിയാം മോനെ, നീ നേരിടുമെന്നും, എന്നാലും ഒന്ന് കരുതിയിരിക്കണമെന്ന് പറഞ്ഞതാണ്, അലീനയെ നോക്കണമെന്ന് പറഞ്ഞതാണ്, എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ജന്മമാണ് അവൾ എന്ന് പറയുമ്പോൾ അപ്പൻ്റെ ആവലാതിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൻ പേടിക്കൊന്നും വേണ്ട, നമുക്ക് എന്തത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ് നമ്മുടെ സ്റ്റാലിൻ. നീ അവളുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അവളൊരു പാവമാണ് എന്ന് പറയുമ്പോൾ സ്റ്റാലിക്ക് അറിയാമല്ലോ, അലീന തെറ്റ് കണ്ടാൽ മാത്രമേ പ്രതികരിക്കുകയുള്ളൂ എന്നും, അവളുടെ മെക്കിട്ട് കയറി തെറ്റ് ചെയ്താൽ മാത്രമേ അവൾ ദേഷ്യപ്പെടുകയുള്ളൂ എന്നും അറിയാവുന്ന സ്റ്റാലിൻ അലീനയുടെ മറ്റൊരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. സ്നേഹവും വിനയവും സത്യസന്ധതയും ഒക്കെയുള്ള തൻ്റെ മകളുടെ മറുഭാഗവും രണ്ടു ഭാഗവും സ്റ്റാലിനറിയാം. പെട്ടെന്ന് തന്നെ സങ്കടം വരുമെന്ന് മേനോൻ, അതായത് ബാലേന്ദ്രൻ പറഞ്ഞ് പെടുത്തിയത്
ആർക്ക് സ്റ്റാലിനൊന്ന് ഓർമ്മ വരുന്നുണ്ട്. ഇതേ സമയം സ്റ്റാൻലി അലീനയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് എന്ന് കാണാനായിട്ട് കഴിയും. മോളെ, എന്താ കുഴപ്പം? നിനക്ക് എന്താ പറ്റുന്നത്? നീ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ്. എന്താ പപ്പ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. പപ്പയ്ക്ക് എന്താണിപ്പോൾ പ്രത്യേകമായിട്ട് എന്നിലൊരു കുഴപ്പം കാണാനായിട്ട് എന്ന് ചോദിക്കുമ്പോൾ, മോളെ ഒന്നുമില്ല, നീ ഇപ്പോൾ പഴയമാതിരി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്തു പറ്റി എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. അത് ഞാൻ വിട്ടു നിൽക്കുന്നതാണ്. പപ്പയല്ലേ പറഞ്ഞത് ഒന്നും ചെയ്യണ്ട എന്നൊക്കെ. പിന്നെ ഞാനതിൽ ഇടപെടാനായിട്ട് നിന്നില്ല എന്ന് പറയുന്നു. അധികം ഇപ്പോൾ പുറത്തേക്കും ഇറങ്ങാറില്ല എന്ന് പറയുന്നു. അത് കേട്ടാ നമ്മുടെ സ്റ്റാൻലി പറയുന്നുണ്ട്, മോളെ ഞാൻ ആ അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത് എന്ന് പറയുമ്പോൾ, പപ്പയെ വേദനിപ്പിക്കുന്ന, പപ്പയെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഇനി ഞാൻ അധികം ചെയ്യാനായിട്ട് നോക്കുന്നില്ല എന്ന് പറയുന്നു. അതിനർത്ഥം എനിക്കിവിടെ അധിക നാൾ നിൽക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നുന്നില്ല എന്നുകൂടെ അലീന കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നീ ഇവിടെ ഉണ്ടാകുമെന്ന്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പടിയിറങ്ങുന്നോ അല്ലെങ്കിൽ നിന്നെ വിവാഹം കഴിപ്പിച്ച് അയക്കുന്നോ അന്ന് മാത്രമേ നിനക്ക് ഈ വീട്ടിൽ നിന്നും ഇനി പുറത്തേക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനെല്ലാം പുറമേണെങ്കിൽ റീത്തയാണെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചത് പോരാതെ 2-3 ഗുണ്ടകളെയൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ അലീനയെ പിടിച്ച് പുറത്താക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് കാണാം. ഇതേ സമയം തൻ്റെ മോളെ വിടാനായിട്ട് സ്റ്റാൻലി ആവശ്യപ്പെടുന്നുണ്ട്. ഇതേ സമയം അവർ വിടാത്തത് കൊണ്ട് തന്നെ പട്ടികളെ ഉപയോഗിച്ച് അവരെ തുരത്തുകയാണ് നമ്മുടെ സ്റ്റാലിൻ. തുടർന്ന് റീത്തയ്ക്കരികിലേക്ക് ചെന്നുകൊണ്ട് റീത്തയോട് പറയുന്നുണ്ട്, ഞാൻ നിനക്കത് മുൻപേ തരണമെന്ന് ഓങ്ങി വെച്ചതാണ്, എൻ്റെ ജീവിതം തകർത്ത ആ സമയം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ റീത്തയുടെ കരണത്ത് തല്ലുകയാണ്. അതായത് അലീനയെ വേദനിപ്പിക്കാൻ ശ്രമിച്ച, അലീനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ച നമ്മുടെ റീത്തയെ തല്ലുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ റീത്തയാണെങ്കിൽ ആകെ പെട്ടുപോവുകയുണ്ട്, ഞെട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് നമ്മൾ ഭൂരിഭാഗവും ഇന്നത്തെ എപ്പിസോഡിൻ്റെ കുറച്ചും ബാക്കിയൊക്കെ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂകളുമാണ് പറയുന്നതെന്ന് എല്ലാവരും ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീഡിയോകൾ കുറേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാട്ടോ.